ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇത്താത്തയുടെ മോൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഫുഡിങ്ങൊക്കെയാണ് ഷെയർ ചെയ്യണത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇത്താത്ത നല്ല നൂലപ്പും മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് കറിയിലൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് അങ്ങനെ കഴിച്ചു നോക്കി. കണ്ടാൽ തന്നെ അറിയാലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത്താത്തയുടെ കടി ഐറ്റംസൊക്കെ ഒരക്ഷയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ മുട്ടയിൽ ഒരു പീസ് ഇതുപോലെ നുള്ളിയെടുത്ത് അതും കൂട്ടിയൊക്കെ കഴിച്ച് നോക്കി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഫുഡിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റെസിപ്പി വീഡിയോസിനും വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ വൈകിട്ടാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ കേക്ക് എത്തിയിട്ടുണ്ട്. ബട്ടർ സ്കോച്ചാണ് കേട്ടോ. എന്നാൽ കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കേക്ക് വാങ്ങി പിന്നെ സാധാ ഭക്ഷണമായിരുന്നു. അത് ഒന്ന് സ്പെഷ്യലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്തിട്ട് മോനിക്കൊരു ചെറിയ പീസ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ മാത്രം എടുത്തിട്ടുള്ളൂ. ഒരു ആവറേജ് കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഫുഡിങ് പരിപാടിയിലോട്ട് പോവാം. അങ്ങനെ ഇലയിലാണ് ചോറ് വിളമ്പിയത്. പിന്നെ മത്തങ്ങയും പയറും പരിപ്പ് കറിയും പുളിങ്കറിയും പപ്പടവും പിന്നെ നാരങ്ങ അച്ചാറും ഉണ്ട്. അപ്പോൾ എപ്പോഴും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുണ്ടാക്കിപ്പിച്ച ഒരു മെനു ആണ് കേട്ടോ. എന്നാലും സ്പെഷ്യലായിട്ട് ഒരു ബീഫ് കറി ഉണ്ട്. എന്നാൽ തുടങ്ങാമല്ലേ. അപ്പോൾ ആദ്യം തന്നെ ആ ബീഫ് കറി ചോറിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൽ ആ ബീഫിൻ്റെ ഒരു പീസും പിച്ചി നുറുക്കി അങ്ങനെ വെച്ച് പയറും മത്തങ്ങയിൽ നിന്നും കുറച്ച് എടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പരിപ്പ് കറിയും കൂട്ടി കുഴച്ചു. പിന്നെ ആ പുളിങ്കറി ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഈ പുളിയും മധുരമുള്ള കറികളോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. പിന്നെ ഇതിലേതെങ്കിലും ഒരു കറിയുടെ റെസിപ്പി വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ആ പപ്പടത്തിൻ്റെ പീസുകളും ജസ്റ്റ് ഒന്ന് പൊടിച്ച് പിന്നെ പേരിന് കുറച്ച് നാരങ്ങച്ചാറും ഒന്ന് തൊട്ടിട്ടുണ്ട്. നല്ലപോലെ എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഒരു കഴിച്ചു ഗൈസ്. വാവ്, അസാധ്യ ടേസ്റ്റ് തന്നെയാണ്. എല്ലാ കറികളും തന്നെ ഒന്നിനൊന്ന് വെച്ചാണ്. അതുപോലെ കിടിലൻ കോമ്പിനേഷനുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അൽഹംദുലില്ലാ, ഒരു അടിപൊളി ഡേ ആയിരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങളും കഴിച്ചുകൊണ്ടിരിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.